വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ചെയ്ത് പഠിക്കാൻ പോകുന്നവർക്കും ഇപ്പോൾ റെഡിമെയ്ഡായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അതായത് ബേസിക് മെഷർമെൻറ്റ് ഫോർമുലയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇതിനു മുന്നേ കുറച്ച് ഫോർമുലാസ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത കുറച്ചധികം ഫോർമുലാസ് ഞാൻ ഇന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡിങ് എഴുതി കൊടുക്കാം. ബേസിക് മെഷർമെൻറ്റ് ഫോർമുല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെസ്റ്റിൻ്റെ അളവ് വേണം കേട്ടോ. ചെസ്റ്റ് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നോക്കി. ഇപ്പം നിങ്ങൾക്ക് 40 അളവിലുള്ള സൈസിലുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അളവ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ റെഡിമെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സൈസ് അനുസരിച്ചിട്ടാണല്ലോ ചെയ്യുക. ചെസ്റ്റ് അളവ് അനുസരിച്ചിട്ടല്ലേ ചെയ്യുക. നമ്മൾ 32 ചെയ്യും, 34 ചെയ്യും, 36 ചെയ്യും, 40 ചെയ്യും. അപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് അറിയാണ്ടിരിക്കാനായിട്ട് എന്തായാലും പറ്റില്ല. കാരണം നിങ്ങൾ ഏത് അളവിലാണോ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണല്ലോ റെഡിമെയ്ഡൊക്കെ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ആണെന്നുണ്ടെങ്കിലും ചെസ്റ്റ് അളവെങ്കിലും നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ചെസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് എന്ത് ചെയ്യും എന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ 40 എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. ഓരോന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മെഷർമെൻറ്റ്സിൻ്റെ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്ക് റൗണ്ട്, വേസ്റ്റ്, ഹിപ്പ്, സ്മോൾ റൗണ്ട്, നീ റൗണ്ട്, അങ്ങനെ എല്ലാം പറഞ്ഞുതരാം. നമുക്ക് ആദ്യം നെക്ക് റൗണ്ടിൽ നിന്ന് തുടങ്ങാം. ഇത് വീഡിയോ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ട് ഇടാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തന്നെ മടുക്കും. അപ്പോൾ നെക്ക് റൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ വരച്ചു തരാം. ഈ ഒരു റൗണ്ടില്ലേ, ഇത് ഫ്രണ്ടും ബാക്കും കൂടെയാണ്. നമ്മൾ കോളർ നെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കിൻ്റെയും കൂടെ ആ ഒരു ടോട്ടൽ റൗണ്ട് എടുത്തിട്ടല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓർത്ത് വയ്ക്കുക, ഫ്രണ്ട് മാത്രമല്ല ഫ്രണ്ടും ബാക്കും. ബാക്ക് ഇപ്പോൾ എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടിട്ട് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. നെക്ക് റൗണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ വലിയ മാത്സ് ആയിട്ടൊന്നും വിചാരിക്കുകയൊന്നും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. ചെസ്റ്റ് അളവില്ലേ, നമ്മുടെ ചെസ്റ്റ് അളവിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് 1/3 ചെസ്റ്റ് പ്ലസ് 2.5 മുതൽ 3 വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 വെച്ച് ഇപ്പോൾ ഡിവൈഡ് ചെയ്തു ചെസ്റ്റിന്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ആളുടെ അളവെന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു കഴുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇഞ്ച് വരെ എടുക്കാം. മനസ്സിലായില്ലേ? 3 ഇഞ്ച് വരെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നോർമലായിട്ടുള്ള ഒരാളാണ്, അധികം കഴുത്തിന് ഓവർ വണ്ണമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 2.5 നിങ്ങൾ എടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെസ്റ്റിന് വാല്യൂ ഇട്ട് കൊടുക്കാം. നമ്മൾ 40 അല്ലേ ചെസ്റ്റ് എടുത്തത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 3 പ്ലസ് നമുക്കിപ്പോൾ 3 എടുക്കാം. 3 എടുക്കുക. അപ്പോൾ 40നെ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് 13.5 എടുക്കുന്നത്. 13 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ അത് നമുക്ക് റൗണ്ട് ചെയ്ത് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് 13.5 വരും. അപ്പോൾ 13.5യുടെ കൂടെ 3 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 16.5 കിട്ടും. കണ്ടോ? ഇത്രയേ ഉള്ളൂ. നെക്ക് റൗണ്ട് കിട്ടി. പാടുള്ള ഇക്വേഷൻസ് ഒന്നും അല്ലല്ലോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഒരു ഫോണോ കാൽക്കുലേറ്റർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിന് പെട്ടെന്ന് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു വേറൊരു അളവ് വെച്ചിട്ട് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 38 എടുക്കട്ടെ. 38 ചെസ്റ്റ് അളവ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ 3 വെച്ച് ആദ്യം ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് 16.66 അങ്ങനെ കിട്ടി. ഇനി അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 15.66 എന്ന് കിട്ടി. കണ്ടോ? നിങ്ങൾക്കിത് 15.5 ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് നെക്ക് റൗണ്ട്. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് വേസ്റ്റ് ആണ്. വേസ്റ്റിൻ്റെ ഇക്വേഷൻ നോക്കാം. വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇവിടെ ആയിട്ട് ചെസ്റ്റ് വരും, ആഹോളിൻ്റെ താഴെ ചെസ്റ്റ്, പിന്നെ ബസ്റ്റ്, എന്നിട്ട് കുറച്ച് നമ്മുടെ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഏറ്റവും മെലിഞ്ഞിട്ടുള്ള ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗമാണ് നമ്മുടെ വേസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ചെസ്റ്റ് അളവ് നമ്മുടെ കയ്യിലുണ്ടല്ലേ. അപ്പോൾ ചെസ്റ്റ് -4 to 5 ഇഞ്ച്. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ ആ 2.5 to 3 പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യവും. 4 മുതൽ നമുക്ക് 5 വരെ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 5 എടുക്കാം കേട്ടോ. ഇപ്പോൾ 40 മൈനസ് ചെസ്റ്റ് 40 കൊടുത്തു, -5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? വേസ്റ്റ് 35 ഇഞ്ച് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 40 ആണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് 40, വേസ്റ്റ് എത്ര വരും? ഒരു 35 അല്ലേ? അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ വലിയ ഡൗട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ഒരു പോർഷനിലായിട്ട്
വേസ്റ്റ് വരും. ഇനി അടുത്തതാ ഇവിടെ ആയിട്ട് ഹിപ്പ്. ഈ ഫിഗർ കണ്ടോ, വേസ്റ്റിട്ട് താഴെയായിട്ട് കുറച്ചും കൂടെ സൈസിൽ നമുക്ക് ഹിപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഇക്വേഷനാണ് ചെസ്റ്റ് പ്ലസ് 2.5 ഇഞ്ചസ്, 2.5 ഇഞ്ച് ചെസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെസ്റ്റ് എത്രയാണ്, 40 അല്ലേ. അപ്പോൾ ഈ ഒരു പോർഷനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ലിറ്റ് വരുന്ന ആ ഒരു പോർഷനില്ലേ, സ്ലിറ്റിൻ്റെയൊക്കെ ആ ഒരു പോർഷനാണ് നമ്മൾ പറയുന്നത്. ഹിപ്പ് അറിയാമല്ലോ, ഹിപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ചെസ്റ്റ് പ്ലസ് 2.5. അപ്പോൾ നമുക്കത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 40, ചെസ്റ്റ് എത്രയാണ് 40 പ്ലസ് 2.5, അപ്പോൾ എത്ര കിട്ടും 42.5. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഹിപ്പ് കണ്ടുപിടിക്കുന്നത്. ഹിപ്പ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചില്ലേ, കാൽക്കുലേറ്ററും വേണ്ട, ഒന്നും വേണ്ട. വേസ്റ്റ് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഡിവൈഡ് ചെയ്യാൻ വരുന്നതാണ് ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്, അപ്പോൾ അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്മോൾ റൗണ്ട് കണ്ടുപിടിക്കാം. സ്മോൾ റൗണ്ട് എന്താ അറിയാവോ? സ്മോൾ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിന് താഴെ വരും. നമ്മൾ ചുരി ബോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുട്ടിന് താഴെ ആയിട്ടുള്ള ആ ഒരു റൗണ്ട് പോർഷനാണ് സ്മോൾ റൗണ്ട് എന്ന് പറയുന്നത്. ഞാനത് മലയാളത്തിൽ കൂടെ ഇവിടെ എഴുതാവേ. മുട്ടിന് താഴെ ആയിട്ടുള്ള ആ ഒരു റൗണ്ട് പോർഷനാണ് സ്മോൾ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഹിപ്പ് ഡിവൈഡഡ് ബൈ 3. ഹിപ്പാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, 42.5 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ഹിപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്മോൾ റൗണ്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ചുരിബോട്ടൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പാൻറ്റൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അവിടുത്തെ താഴത്തെ ആ ഒരു അളവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹിപ്പ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. 42.5 ആയിരുന്നു ഹിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 13 അല്ലല്ലോ, 14.25 വരും. ഓക്കെ, 14.25 കിട്ടുന്നത്. കാൽക്കുലേറ്റർ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എത്രയാണ് ഹിപ്പ് നോക്കുക, എന്നിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 14.25 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം, അവിടെ തീർന്ന സ്ഥലം. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് നീ റൗണ്ട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മുട്ടിൻ്റെ റൗണ്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ ഇക്വേഷൻ നോക്കാം. അതിന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സ്മോൾ റൗണ്ട് ഉണ്ടല്ലോ, സ്മോൾ റൗണ്ടിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സ്മോൾ റൗണ്ട് എത്രയായിരുന്നു നമുക്ക് 14.25, അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നീ റൗണ്ട് കണ്ടുപിടിക്കാനും സിമ്പിളാണ്. 14.25 അതായത് 14.4, 2.5 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 1.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 15.25, 15.75. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നീ റൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഇത് സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നീ റൗണ്ട്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ആം ഹോളിൻ്റെ റൗണ്ടാണ്. ആം ഹോളിൻ്റെ റൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫുള്ളായിട്ടുള്ള റൗണ്ടാണേ, ആം ഹോളിൻ്റെ ഫുൾ റൗണ്ടാണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് ചെസ്റ്റ് അളവിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1/2 ചെസ്റ്റ് മൈനസ് ഒരു 1.5 ഇഞ്ച്. ചെസ്റ്റിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു 1.5 ഇഞ്ച് മൈനസ് ചെയ്യാം. നമുക്കൊന്ന് നോക്കിയാലോ എത്ര കിട്ടുമെന്ന്. 40/2 മൈനസ് 1.5. 40/2 മൈനസ് 1.5. അപ്പോൾ 40/2 എന്ന് പറയുമ്പോൾ 20 20 മൈനസ് 1.5 വരും അല്ലേ. 20ൽ നിന്ന് 1.5 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എത്ര കിട്ടുക, 18.5. കണ്ടോ? അപ്പോൾ നമ്മൾ ആം ഹോൾ റൗണ്ട് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഹാഫ് ഷോൾഡർ നോക്കാം. ഹാഫ് ഷോൾഡർ എന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഷോൾഡറാണ്, ഫുള്ളല്ല, ഹാഫ് ഷോൾഡറാണ് കേട്ടോ. ഹാഫ് ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനൊന്ന് എഴുതി കൊടുക്കുവാണേ. ഹാഫ് ഷോൾഡർ ഫുള്ളല്ല കേട്ടോ, നമ്മൾ മാർക്ക് ചെയ്യുന്ന ഹാഫ് ഷോൾഡറാണ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റ് അളവ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 മൈനസ് 2.5 അല്ലെങ്കിൽ 2.5. കണ്ടോ? ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയായിരുന്നു, 40. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2.5. അപ്പോൾ അതെന്താ നമ്മൾ ചെയ്യുക, ഇപ്പോൾ 4 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ 10 മൈനസ് 2.5 അല്ലേ, നമുക്ക് എത്ര കിട്ടും, 7.5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ഷോൾഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ ചെയ്യാം, എന്നിട്ട് ബാലൻസ് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയി, 10-11 മിനിറ്റ് ആയി, ഇപ്പോൾ തന്നെ മടുക്കും.
അപ്പോൾ നമുക്ക് ബാലൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു മെഷർമെൻറ്റും കൂടെ കണ്ടുപിടിക്കാം. അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അത് സിമ്പിളാണ്. അതും കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹാഫ് ഷോൾഡർ കണ്ടുപിടിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്താണ്. എത്ര ഇറക്കം എടുക്കും എന്നുള്ളത്, ഫ്രണ്ട് നെക്കിന് എത്ര ഏകദേശം ഇറക്കം എടുക്കുമെന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത്. ഇനി ബാക്ക് നെക്കിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ്. സിമ്പിളല്ലേ? ചെസ്റ്റ് 40 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. 40/6 ചെയ്യുമ്പോൾ നമുക്ക് 6.6 ആണ് ആൻസർ കിട്ടുന്നത്. കണ്ടോ? റൗണ്ട് ചെയ്തിട്ട് 6.5 ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. 6.5 അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ബാലൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.